കർണാടക ഉള്ളാലിലെ കൊട്ടേക്കർ സഹകരണ ബാങ്ക് കവർച്ചയിൽ 3 പേർ അറസ്റ്റിൽ. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബാങ്കിന്റെ തലപ്പാടി ശാഖയിൽ നിന്ന് 15 കോടി രൂപയുടെ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികളിലേക്ക് എത്തി എന്ന് തന്നെ മനസ്സിലാക്കുന്നു. 5 പേർ, 5 അംഗ സംഘമാണ്, അല്ലെങ്കിൽ ഒരാൾ പുറത്തു നിന്നിരുന്നു, 6 അംഗ സംഘമായിരുന്നു. അതിൽ അഞ്ച് പേരാണ് ഈ ഒരു മോഷണത്തിലേക്കെല്ലാം കടന്നത്. ഇനിയും 2 പേർ കൂടി അല്ലെങ്കിൽ 3 പേർ കൂടി പിടിയിലാവാനുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? കഴുത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കൊട്ടേക്കർ സഹകരണ ബാങ്കിന്റെ തലപ്പാടി ശാഖയിൽ നിന്ന് ജീവനക്കാരെ തോക്കിന്റെ മുന്നിൽ നിർത്തി ബാങ്കിന്റെ ലോക്കർ തുറപ്പിച്ച് സ്വർണവും പണവും അപഹരിച്ച് കടന്നു കളഞ്ഞത്. ഇതിനുശേഷം ഇവർക്ക് വേണ്ടി ഇരു സംസ്ഥാനങ്ങളിലും വ്യാപകമായ തെരച്ചിലാണ് നടന്നത്. പ്രധാനമായും കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കവർച്ച നടന്നതിന് 1 മണിക്കൂറുകൾക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇതൊരു അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്തിയതെന്നുള്ള സംശയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുനെൽവേലി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചത്. എന്തായാലും ഈ 3 ദിവസങ്ങൾക്കിപ്പുറം ഇവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും ഇവർ ഉപയോഗിച്ച ഫിയറ്റ് കാറും കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും 3 പേരെ കൂടി സംഭവത്തിൽ കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ളവരാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ പ്രധാനമായും കേരള കർണാടക അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കവർച്ചകൾ ആസൂത്രണം ചെയ്യുന്നത് പതിവാണ്. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് സമാനമായ രീതിയിൽ കാസർഗോഡ് മഞ്ചേശ്വരത്തും ഇത്തരത്തിൽ പട്ടാപ്പകൽ ബാങ്കിന്റെ ATM-ൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന 50 ലക്ഷം രൂപയോളം അപഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരള പോലീസ് പിന്നീട് ഏറെ നാൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ 2 പേരെ കൂടി ഇനി പിടിയിലാകാനുണ്ട്. എന്തായാലും മുഖ്യ പ്രതികൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായും കാണുന്നത്. എന്തായാലും 3 പേരെ പിടികൂടിയ സാഹചര്യത്തിൽ മറ്റുള്ളവരെ കൂടി എത്രയും വേഗം തന്നെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ കൂടി മംഗളൂരു പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരെ കണ്ടെത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പണത്തിന്റെ സോഴ്സ് എവിടെയാണ്, പണം എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 പ്രതികളാണ് പ്രാഥമികമായും അറസ്റ്റിലായിട്ടുള്ളത്. ഇവരിൽ നിന്ന് ഇവരുപയോഗിച്ച തോക്കുകളും പിസ്റ്റളുകളും വാളുകളും അതുപോലെ തന്നെ ഇവരുപയോഗിച്ച ഫിയറ്റ് കാറും കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുനെൽവേലി, അതായത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് ഈ സംഘം ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കാളിദാസ്. ജോസഫ്, ഈ ഒരു മോഷണം നടക്കുന്ന സമയത്ത് അവിടുത്തെ CCTV ക്യാമറകളെല്ലാം സാങ്കേതിക തകരാറ് മൂലം ചില വർക്കുകളിലായിരുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും തിരിച്ച് നന്നാക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളൊന്നും ആ സമയം ലഭിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ആ CCTV ക്യാമറ നന്നാക്കാൻ വന്ന ഏജൻസിയെ സംബന്ധിച്ചും അന്വേഷണം നടന്നിരുന്നു. അത്രയധികം പ്രതിസന്ധി നേരിട്ടിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തി എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യം കൂടിയാണല്ലേ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും പ്രശംസനീയമായ കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്വേഷണം തന്നെയായിരുന്നു. കാരണം ഈ സംഭവം ഞൊടിയിടയിൽ സംഭവിച്ചതിന് ശേഷം ഇവർ അപ്രത്യക്ഷമായി എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത്. അതായത് ഈ സംഭവം 1:15 നടക്കുന്നു, 2 മണിക്കുള്ളിൽ ഇവർ തലപ്പാടി ബോർഡർ കഴിഞ്ഞു. പക്ഷേ ഈ തലപ്പാടി ബോർഡർ കഴിഞ്ഞ് ഇവർ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായതെന്ന് അതിനെക്കുറിച്ച് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. കേരളത്തിൽ ഉടനീളം, അതായത് കേരളത്തിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ഇതിനുശേഷം തലപ്പാടി ബോർഡറിന്റെ ഉള്ളിൽ കടന്നതിന് ശേഷം, അതായത് കേരളത്തിൽ എത്തിയതിനു ശേഷം ഇവർ ഉൾവനത്തിൽ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ വെച്ച് മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സൂചനയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് പങ്കുവച്ചത്. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവുകളും പോലീസിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ അവസാന മണിക്കൂറുകളിലാണ് ഈ പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താനായതും ഇവരെ അറസ്റ്റ് ചെയ്യാനായതുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചടുലമായ നീക്കമാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഈ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശികമായും ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ആദ്യം അവർ സംസാരിച്ചത്, അതായത് ബാങ്ക് ജീവനക്കാരെ ഇവർ ഭീഷണിപ്പെടുത്തിയത് ഹിന്ദി ഭാഷയിലാണ്. അതേസമയം താഴെ ഈ ബാങ്കിന്റെ താഴെ ഒരു ബേക്കറി പ്രവർത്തിച്ചിരുന്നു. ആ ബേക്കറിയിലെ വിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി പ്രകാരം കന്നഡ ഭാഷയാണ് ഇവർ സംസാരിച്ചത്. അങ്ങനെ ഇവർക്ക് വിവിധ ഭാഷകൾ അറിയാവുന്നവരാണ്. മാത്രമല്ല, ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളവർ കൂടിയാണ് ഇവർ. മൂന്നാമതൊരു കാര്യം, ഈ CCTV സംവിധാനം പരാജയപ്പെട്ടത് അറിഞ്ഞ പോലെയാണ് ഇവർ ഇവിടെ എത്തിയത്. അങ്ങനെ പ്രാദേശികമായി ഇവർക്ക് വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ നിർണായകമായതും ഈ ഒരു കാര്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇവർക്ക് പ്രാദേശികമായിട്ടുള്ള സഹായം ലഭിച്ചിട്ടുണ്ടാവും. ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇവർക്ക് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കൂടുതൽ പുരോഗതികളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും മംഗളൂരു പോലീസ് വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിലായിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശികളായിട്ടുള്ള 3 പേരാണ് ഇതിലെ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് ഇതിലെ പ്രതികൾ എന്നാണ് പ്രാഥമികമായും പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ പണം എവിടെ ഒളിപ്പിച്ചു എന്നതിനെ കുറിച്ച് പോലും പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇവരിൽ നിന്ന് ആയുധമടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാളിദാസ്.